എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ആപ്ലിക്കേഷൻ അയക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. വീഡിയോ നേരത്തെ ചെയ്തിരുന്നതാണ്. പ്രോസസ്സിൽ മാറ്റം വന്നതുകൊണ്ടാണ് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. തിരുവിതാംകൂർ, കൊച്ചിൻ, മലബാർ, ഗുരുവായൂർ ദേവസ്വം ബോർഡുകളിലേക്കൊക്കെ ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഇപ്പോൾ 38 പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത്. ഇതിൽ LDC, ഹെൽപ്പർ, സാനിറ്റേഷൻ വർക്കർ, ഗാർഡനർ, അതേപോലെ തന്നെ റൂം ബോയ്, പ്ലംബർ തുടങ്ങി 38ഓളം പോസ്റ്റുകളുണ്ട്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി വരാം. പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഇവയാണ്. LD ക്ലർക്ക് 36 വേക്കൻസിയാണുള്ളത്. ശമ്പള സ്കെയിൽ 26,500, 60,700 രൂപയാണ്. വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. ഒപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരുന്നാൽ മതി. അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. DCA ഒന്നും വേണമെന്നില്ല. പ്രായപരിധി 18-36 ആണ്. നിയമാനുസൃതമായ വയസ്സിളവ് SC, ST, OBC എന്നിവർക്ക് യഥാക്രമം 5ഉം 3ഉം വർഷത്തെ വയസ്സിളവ് ലഭിക്കും. പരീക്ഷാ ഫീസ് ജനറൽ, EWS, OBC എന്നിവർക്കെല്ലാം 500 രൂപയാണ്. SC, ST വിഭാഗക്കാർക്ക് 250 രൂപയുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുക്കൾക്കാണ് ഈ പോസ്റ്റുകളിലേക്കെല്ലാം അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ള ശ്രദ്ധേയമായ മറ്റൊരു വേക്കൻസി, കൂടുതലുള്ള ഒഴിവുകളുള്ളൊരു വേക്കൻസി സാനിറ്റേഷൻ വർക്കർ ആണ്. 116 വേക്കൻസികളാണുള്ളത്. ശമ്പള സ്കെയിൽ 23,000, 50,200 ആണ്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയമാണ്. പ്രായപരിധി 18-36. അതിൽ നിയമാനുസൃത ഇളവുകളുണ്ട്. അപേക്ഷാ ഫീസ് ജനറൽ, EWS എന്നിവർക്ക് 300 രൂപയും SC, ST വിഭാഗക്കാർക്ക് 150 രൂപയുമാണ്. ഇതിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കെല്ലാം ഈ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് ഹെൽപ്പർ വേക്കൻസിയാണ്. 14 വേക്കൻസിയാണുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം സാനിറ്റേഷൻ വർക്കറിന് തുല്യമാണ്. വിദ്യാഭ്യാസ യോഗ്യതയിൽ 7ാം ക്ലാസ് വിജയത്തിനൊപ്പം ബന്ധപ്പെട്ട ട്രേഡിൽ ITI ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ പ്രവൃത്തി പരിചയമാണ് വേണ്ടുന്നത്. ബാക്കിയുള്ള വേക്കൻസി ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓരോന്നിനും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. അതേപോലെ പരീക്ഷാ ഫീസും ഓരോന്നിനും പ്രത്യേകം അടയ്ക്കണം. പരീക്ഷയും പ്രത്യേകം തന്നെയായിരിക്കും. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തോടുകൂടി പരീക്ഷ കാണുമെന്ന് വിശ്വസിക്കുന്നു. റൂം ബോയ് ഉൾപ്പെടെയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി താഴെ ഫസ്റ്റ് കമൻറ്റായി പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്ക് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം ഇടത് സൈഡിൽ നിലവിൽ യൂസർ IDയും പാസ്വേഡും ഉള്ളവർക്ക് ലോഗിൻ ചെയ്യാം. അല്ലാത്തവർക്ക് 1 ടൈം രജിസ്ട്രേഷൻ എന്ന് സെൻട്രലായി കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം ഉദ്യോഗാർത്ഥിയുടെ ആധാറിലുള്ള പേര് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഉദ്യോഗാർത്ഥിയുടെ ആധാർ നമ്പരും കൊടുത്തതിന് ശേഷം പ്രൊസീഡിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴോട്ട് വരുന്ന ഡീറ്റെയിൽസിൽ ആദ്യം മെയിൽ ID കൊടുക്കേണ്ടതുകൊണ്ട് നേരത്തെ രജിസ്റ്റർ ചെയ്ത മെയിൽ ID ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിനുശേഷം ഒരു മൊബൈൽ നമ്പരും കൊടുക്കണം. അതിനും തൊട്ട് താഴെയായിട്ട് പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ഉദാഹരണത്തിന് ABCD@123, അതിൽ A എന്നുള്ള അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അതുപോലുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ കിടന്ന ക്യാപ്ച കോഡുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നതും അവിടെ വെരിഫൈ എന്ന് കാണാം. ആ വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ തൊട്ട് താഴെ ആ മൊബൈലിലേക്ക്, ഇവിടെ കാണിച്ച മൊബൈലിലേക്ക് OTP വരികയും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. OTP വന്നില്ലെങ്കിൽ റീസെൻറ്റ് കൊടുക്കുവാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിവിടെ OTP കൊടുത്ത് സബ്മിറ്റ് കൊടുത്തതിന് ശേഷം വെരിഫൈഡ് ആവുകയും തുടർന്ന് താഴെ ക്ലിക്ക് ഹിയർ എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ഹിയറിൽ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ പേജ് ഔട്ടായി പോവുകയാണ് ചെയ്തത്. ഞാൻ പിന്നീട് ചെയ്തത് ലോഗിൻ പേജ് എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ID യൂസർ ID ആയിട്ട് കൊടുത്ത് തൊട്ട് താഴെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് അവിടെ കാണുന്ന ക്യാപ്ച കോഡും കൊടുത്ത് സൈൻ ഇൻ കൊടുക്കുകയാണ്. തുടർന്ന് നമുക്ക് ആ നേരത്തെ കൊടുത്ത OTP മൊബൈലിലേക്ക് OTP വരും. എപ്പോഴും ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു OTP കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കൂ. സെൻഡ് OTP കൊടുത്ത് അതിലേക്ക് വന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്താണ് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത്. തുടർന്ന് ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ ചെയ്യേണ്ട പ്രോസസ്സുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇടത് സൈഡിൽ മുകളിലായി മൈ പ്രൊഫൈൽ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടർന്ന് ചെയ്യേണ്ട പ്രോസസ്സുകളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി 1 by 1 ആയിട്ട് താഴോട്ട് കാണിച്ചിരിക്കുന്നത് കാണാം. പ്രൊഫൈൽ എൻട്രി, വെയിറ്റേജ്, പ്രിഫറൻസ്, ഫിസിക്കൽ ഫിറ്റ്നസ്, അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ടുന്നതുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത്
പ്രൊഫൈൽ എൻട്രിയാണ്. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം കാൻഡിഡേറ്റിൻ്റെ പേരാണ് കൊടുക്കേണ്ടുന്നത്. ഇതിൽ പേര് ഓട്ടോമാറ്റിക് നമ്മൾ നേരത്തെ കൊടുത്തത് അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ വലത് സൈഡിലായിട്ട് പേര് മലയാളത്തിൽ കൊടുക്കേണ്ടതുകൊണ്ട് അത് നമ്മൾ ചെയ്യേണ്ടുന്നത് ഗൂഗിൾ എടുത്ത ശേഷം ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനുള്ള ഗൂഗിളിൻ്റെ തന്നെ സൈറ്റിൻ്റെ ലിങ്ക് ലഭിക്കും. ഇവിടെ നമ്മൾ പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് മലയാളത്തിലേക്ക് കൺവേർട്ടായി വരും. ഞാനിവിടെ മലയാളം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് കോപ്പി ചെയ്ത് നമുക്ക് അവിടെ പേരിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് മലയാളത്തിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ വേർഡ്സ് എന്നുള്ളിടത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫെച്ച് ചെയ്ത് വന്നോളും. ഏജ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എഴുതി കാണിക്കുകയും ചെയ്യും. അതുപോലെ മദർ ടങ്ക് മാതൃഭാഷ മലയാളം എന്നത് കൊടുക്കുക. രക്ഷകർത്താവിൻ്റെ പേര് അതിനോടൊപ്പം തന്നെ രക്ഷകർത്താവുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞിട്ട് ഒരു മൊബൈൽ നമ്പർ രക്ഷകർത്താവിൻ്റെ തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. കഴിവതും അത് തന്നെ കൊടുക്കുക. നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുത്താലും ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നീട് പ്രധാനപ്പെട്ട ഭാഗം കാറ്റഗറിയാണ്. SC ST OBC ജനറൽ EWS മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ ജനറൽ EWS ആണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ OBCയോ EWSO ഒക്കെ സെലക്ട് ചെയ്യുന്നവർ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാകും. അതുപോലെ മതം എന്നുള്ളിടത്ത് ഹിന്ദു മാത്രമേ ഉള്ളൂ. ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. പിന്നീടുള്ളത് സംവരണ ആനുകൂല്യത്തിന് അർഹരാണോ അത് S കൊടുക്കുന്നവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എല്ലാം വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയാകും. ദേവസ്വം ബോർഡ് ജോലിയുണ്ടോ അതൊക്കെ S or No അനുയോജ്യമായത് കൊടുക്കുക. അതിനുശേഷം എക്സ് സർവീസ്, ഭിന്നശേഷി, വിധവ തുടങ്ങിയവയാണ്. അതൊക്കെ അനുയോജ്യമായത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാം വിധവ സർട്ടിഫിക്കറ്റും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിനും ഒക്കെ അപേക്ഷിക്കുന്ന വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. തൊട്ട് താഴെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. ഇതിൽ മൊബൈൽ നമ്പർ ഇമെയിൽ IDയും ഓട്ടോമാറ്റിക് അവിടേക്ക് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നീട് ഇവിടെ സ്റ്റാർ മാർക്ക് ഉള്ളതെല്ലാം കമ്പൽസറി ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. ഇവിടെ വീട്ട് നമ്പർ, ഹൗസ് നമ്പർ കൃത്യമായിട്ട് കൊടുക്കണമെങ്കിലേ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ. റേഷൻ കാർഡിലുണ്ടാകും വീട്ട് നമ്പർ. അതിനുശേഷം ബാക്കിയൊക്കെ നിങ്ങൾക്ക് സാധാരണ ആപ്ലിക്കേഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. വീട്ടുപേരും ജില്ലയും താലൂക്കും വില്ലേജും ഒക്കെ കൊടുക്കുക. അതുപോലെ പെർമനൻ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഒന്നാണെങ്കിൽ മുകളിൽ SAMS കൊടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് സബ്മിറ്റ് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുകയും നമ്മളിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ തൊട്ട് താഴോട്ട് കാണിക്കുന്നതുമാണ്. മുകളിൽ വന്നതിന് ശേഷം എഡിറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ കൊടുത്ത് ഇപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഒന്നുകൂടി വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. തൊട്ടടുത്ത് തന്നെ അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്നൊരു ലിങ്കുണ്ട്. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്നത് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. ഇവിടെ PSCക്ക് ചെയ്യുന്നത് പോലെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 30 KB താഴെയായിരിക്കണം ഫയൽ സൈസുകൾ. 150 വിഡ്ത്തും 200 ഹൈറ്റുമുള്ള JPG ഫോർമാറ്റിലുള്ള ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോയുടെ താഴെ കാൻഡിഡേറ്റിൻ്റെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇവിടെ അപ്ലോഡ് ഫോട്ടോയ്ക്ക് നേർക്ക് കാണുന്ന ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫോട്ടോ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ ഫോട്ടോ അവിടെ പേസ്റ്റായി വരുന്നതും നമുക്ക് കാണാം. ഇതുപോലെ തന്നെ നമുക്ക് സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സിഗ്നേച്ചറിൻ്റെ വിഡ്ത്ത് 150ഉം ഹൈറ്റ് 100ഉം ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. 30 KB താഴെയാണ്. JPG ഫോർമാറ്റിലുമാണ്. PSCക്ക് ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയാകും. തുടർന്ന് നമ്മൾ ചെയ്യേണ്ടുന്നത് മുകളിലായി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വരുന്ന വിൻഡോയിൽ ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻസ് എന്ന് കാണാം. ആ ആഡ് ന്യൂ ക്വാളിഫിക്കേഷനിൽ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതെല്ലാം അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലെവൽ 10th 12th ഗ്രാജുവേഷൻ അങ്ങനെ ഓരോന്നുമുണ്ട്. എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് തൊട്ട് വലത് സൈഡിൽ കൊടുക്കണം. അതുപോലെ കോഴ്സ് ടൈപ്പ് റെഗുലർ ആണെങ്കിൽ റെഗുലർ എന്ന് കൊടുക്കണം. സബ്ജക്റ്റ് ജനറൽ ആണെങ്കിൽ ജനറൽ കൊടുക്കണം. അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഔട്ട്സൈഡ് ആണെങ്കിൽ ഔട്ട്സൈഡ് കൊടുക്കാം. രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം. അതുപോലെ പാസ്സായ വർഷം കൊടുക്കണം. വർഷവും മാസവും കൊടുക്കണം. റിസൾട്ട് ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അങ്ങനെ ആ ക്ലാസിഫിക്കേഷൻ കൊടുക്കണം. അതുപോലെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കൊടുത്തെങ്കിലേ മുന്നോട്ട് പോകും. ഇവിടെ സ്റ്റാർ മാർക്ക് ഉള്ളതെല്ലാം കമ്പൽസറി കൊടുക്കണം. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്കും കൊടുത്തെങ്കിലേ മുന്നോട്ട് പോകും. അതിനുശേഷം അതിൻ്റെ ഫയൽ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് PDF ഫോർമാറ്റിലുള്ള 1 MB താഴെയുള്ള ഫയലാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതവിടെ ആഡായി വരുന്നതും കാണാം. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇതിപ്പോൾ SSLC ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ +2ഉം അതേപോലെ തന്നെ IT തുടങ്ങിയവയൊക്കെ ഇതുപോലെ കൊടുക്കാം. ഇവിടെ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫയലിന് പേര് കൊടുക്കുമ്പോൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് കൊടുക്കേണ്ട എക്സ്പീരിയൻസ് ആണ്. ഇവിടെ
എക്സ്പീരിയൻസ് ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ ആഡ് ന്യൂ എക്സ്പീരിയൻസ് എന്നുള്ള ലിങ്ക് വരും. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് കൊടുത്ത് എക്സ്പീരിയൻസും നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കൊടുത്താൽ മതിയാകും. എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റുകൾ പറയുന്നുണ്ട്, അങ്ങനെയുള്ളവർ മാത്രം എക്സ്പീരിയൻസ് കൊടുത്താൽ മതിയാകും. എല്ലാവരും എക്സ്പീരിയൻസ് കൊടുക്കണമെന്നില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉള്ള ഒരു സംശയമായിരുന്നു ഇത്. ഇവിടെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പും ഇൻസ്റ്റിറ്റ്യൂഷനും ഡേറ്റ് ഓഫ് എൻട്രിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സാക്റ്റ് എക്സ്പീരിയൻസ് ഇൻ ഇയേഴ്സ് ആ വർഷം കറക്റ്റായിട്ട് കൊടുക്കണം. നേച്ചർ ഓഫ് പോസ്റ്റ്, സാലറി തുടങ്ങിയവയെല്ലാം കൊടുത്തതിന് ശേഷം 200 KB താഴെയുള്ള PDF ഫോർമാറ്റിലുള്ള ഫയലായിട്ട് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം. മുകളിലായി സർവീസ് ഡീറ്റെയിൽസും കൊടുക്കുവാൻ സാധിക്കും. ഇവിടെ എക്സ്പീരിയൻസും സർവീസ് ഡീറ്റെയിൽസും ഒക്കെ നേരത്തെ പ്രൊഫൈലിൽ കൊടുത്ത് വന്നിട്ടുള്ളവർക്കാണ് ഇതൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ജനറൽ സർട്ടിഫിക്കറ്റ്സ് ആണ് അവസാനം കൊടുത്തിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ക്രൈറ്റീരിയ എന്നുള്ളത് കമ്മ്യൂണിറ്റി OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. 100 KB താഴെയുള്ളതാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഏജിന് 10th സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. 1 and same സർട്ടിഫിക്കറ്റ് വേണ്ടുന്നവർക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫോഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ബില്ലിംഗ്നെസ് സർട്ടിഫിക്കറ്റ്. അതുപോലെ അഡീഷണൽ ഡിക്ലറേഷൻ വേണ്ടുന്ന പോസ്റ്റുകളുണ്ടെങ്കിൽ അതും ഇവിടെ ഓരോന്നും സെലക്ട് ചെയ്തതിന് ശേഷം ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് PDF ഫോർമാറ്റിലുള്ള ഫയലുകൾ ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. താഴെ അത് 1 by 1 ആയിട്ട് വരികയും ചെയ്യും. വീണ്ടും ഹോം പേജിൽ വന്നതിന് ശേഷം അവിടെ മൈ പ്രൊഫൈലിൽ പ്രസ് ചെയ്താൽ താഴോട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇവിടെ നമുക്ക് വെയിറ്റേജ്, പ്രിഫറൻസ് തുടങ്ങിയ ലിങ്കുകളുണ്ട്. ഇവിടെ എക്സ് സർവീസ് അങ്ങനെയൊക്കെയുള്ള വെയിറ്റേജുകളോ പ്രിഫറൻസോ ഉള്ളവർക്ക് അവിടെ ആഡ് ന്യൂ, ആഡ് വെയിറ്റേജ് തുടങ്ങിയ വലത് സൈഡിൽ മുകളിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്ത് നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഇവ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ പ്രസ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ്, അതുപോലെ വിഷൻ, ഹിയറിങ്, മസിൽ, ജോയിൻറ്റ്സ് തുടങ്ങിയവയൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് തന്നെ കൊടുത്തു പോവുകയും അതിനൊരു റിമാർക്ക് കൊടുക്കേണ്ടതുകൊണ്ട് എന്തെങ്കിലും റിമാർക്ക് ഉണ്ടെങ്കിൽ അതും കൊടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടുന്നതാണ്. തുടർന്ന് ഇടത് സൈഡിൽ പ്രിവ്യൂ കാണാം. ആ പ്രിവ്യൂവിൽ പ്രസ് ചെയ്ത് നമ്മൾ കൊടുത്ത വിവരങ്ങളൊക്കെ ഒരിക്കൽ കൂടി ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കി എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഹോം പേജിൽ പോയി അതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എഡിറ്റ് ചെയ്യുകയോ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അപേക്ഷ അയക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് കാണാം. ആ നോട്ടിഫിക്കേഷനിൽ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് തൊട്ട് താഴെ വരും. ആ നോട്ടിഫിക്കേഷൻ ലിസ്റ്റിൽ പ്രസ് ചെയ്താൽ ഇപ്പോൾ നിലവിലുള്ള വേക്കൻസികളൊക്കെ അവിടെ കാണിക്കുന്നതാണ്. ചെക്ക് എലിജിബിലിറ്റി എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ നമ്മൾ അതിന് എലിജിബിൾ ആണോ എന്ന് കാണിക്കുന്നത്. അതിനോടൊപ്പം ഒരു പോപ്പപ്പ് വിൻഡോ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നതാണ്. അതായത് ഇത് അപേക്ഷ അയക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം ക്ലിയറായി ഡീറ്റെയിൽസ് എല്ലാം തെറ്റുകൂടാതെ ഫില്ല് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. PSCക്ക് അപേക്ഷിക്കുന്ന പോലെ ഇത് ഒരു അപേക്ഷ അയച്ചതിന് ശേഷം പിന്നീട് ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ചെക്ക് എലിജിബിലിറ്റിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ ഇന്നെലിജിബിൾ എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്നും അവിടെ കാണിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ നിലവിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ തുടങ്ങിയ ദേവസ്വം ബോർഡുകളൊക്കെ ഉണ്ട്. ഏത് ദേവസ്വം ബോർഡിലേക്കാണ് ഒഴിവെന്നുള്ളത് ആ വേക്കൻസിയുടെ താഴെ കൊടുത്തിരിക്കും. ഇവിടെ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ സാനിറ്റേഷൻ വർക്കറിൻ്റെ നേർക്ക് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ എലിജിബിൾ ആണ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് അപ്ലൈ നൗവിൽ പ്രസ് ചെയ്ത് അപേക്ഷിക്കുവാനും സാധിക്കുന്നതാണ്. ഇവിടെ ഇന്നെലിജിബിൾ ആണെങ്കിൽ അതിനടുത്ത് തന്നെ റീസൺ ഫോർ ഇന്നെലിജിബിലിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റീസൺ അവിടെ കാണിക്കുകയും മാത്രവുമല്ല അപ്ലൈ വിത്ത് ഇക്വലൻസി എന്നൊരു ലിങ്കുണ്ട്. ആ അപ്ലൈ വിത്ത് ഇക്വലൻസിയിൽ പ്രസ് ചെയ്ത് നമുക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൊടുത്ത് അപ്ലൈ ചെയ്യാം. അതിന് ഇന്നെലിജിബിൾ ആകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളത് എലിജിബിളായി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പർ പ്രൈമറി കൊടുത്ത് 7th സ്റ്റാൻഡേർഡ് കൊടുത്ത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ആ എഡ്യൂക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. എങ്കിൽ മാത്രമേ സാനിറ്റേഷൻ വർക്കറും ഹെൽപ്പർ പോലെയുള്ള വേക്കൻസികളിലേക്ക് എലിജിബിൾ ആവുകയും അപേക്ഷിക്കുവാൻ സാധിക്കുകയുമുള്ളൂ. ഇനി ഞാനിവിടെ ലോവർ ഡിവിഷൻ ക്ലർക്കിന് അപേക്ഷിക്കുകയാണ്. അതിന് നേർക്കുള്ള ചെക്ക് എലിജിബിലിറ്റിയിൽ പ്രസ് ചെയ്ത് ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോയതിന് ശേഷം അവിടെ അപ്ലൈ നൗ എന്നുള്ള ലിങ്ക് വരും. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് അപ്ലൈ വിത്ത് ദിസ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ലിങ്ക് കൂടി വരും. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം.
തുടർന്ന് വരുന്ന പേജിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലാംഗ്വേജ് പ്രിഫറൻസ് എന്നൊരു ചോദ്യമുണ്ട്. അവിടെ നമ്മൾ മലയാളമാണ് കൊടുക്കേണ്ടത്. തുടർന്ന് 1-2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഈ സ്ഥാനത്തിന് അപേക്ഷിക്കാൻ അർഹനാണോ, യെസ് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും കുറ്റത്തിന് ശിക്ഷിച്ചിട്ടുണ്ടോ, നോ കൊടുക്കണം. അതുപോലെ തന്നെ താങ്കളെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ടോ, നോ കൊടുക്കണം. അതുപോലെ തന്നെ താങ്കളെ എപ്പോഴെങ്കിലും ദേവസ്വം ബോർഡ് ഡീബാർ ചെയ്തിട്ടുണ്ടോ, നോ കൊടുക്കണം. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മസ്റ്റ് ഹാവ് കമ്പ്യൂട്ടർ നോളജ്, ഈ ഒരു LDCക്ക് മാത്രമുള്ളതാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനം മാത്രം മതിയാകും. അവിടെ നമ്മൾ യെസ് കൊടുക്കണം. അതുപോലെ തന്നെ വലത് സൈഡിൽ മുകളിലോട്ട് എല്ലാം റിമാർക്ക് ഇഫ് എനി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും റിമാർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ മസ്റ്റ് ഹാവ് കമ്പ്യൂട്ടർ നോളജ് യെസ് കൊടുത്തതിന് ശേഷം DCA ഉണ്ടെങ്കിൽ ആ DCA അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ ക്വാളിഫിക്കേഷൻ കൊടുത്തതിൽ അത് കൊടുത്തിട്ടുണ്ടാകും. അതിനുശേഷം താഴെ വന്ന് അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം, ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. അവിടെ യെസ് കൊടുത്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം ഫോട്ടോയും സിഗ്നേച്ചറും കാണിക്കുന്നതാണ്. നെയിം ആസ് സീൻ ഇൻ യുവർ പ്രൊഫൈൽ ഫോട്ടോ. നമ്മൾ ഫോട്ടോയിൽ പേരും എടുത്ത ഡേറ്റും കൊടുത്താണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആ പേര് അതേപോലെ അവിടെ കൊടുക്കുക. തൊട്ട് താഴെ എടുത്ത ഡേറ്റ് ഫോട്ടോയിൽ ടൈപ്പ് ചെയ്തത് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വന്ന് ചെക്ക് ബോക്സിൽ കണ്ടീഷൻസ് ആണ്. ആ ചെക്ക് ബോക്സ് എല്ലാം ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലെജിബിളായിട്ടുള്ള ഫോട്ടോയും സിഗ്നേച്ചറും ആയിരിക്കണം, 3 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. അതെല്ലാം ശരിയായി കൊടുത്തതിന് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം താഴെ വന്ന് അപ്ലൈ നൗ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് നമ്മൾ കൊടുത്ത വിവരങ്ങളൊക്കെ ഒരിക്കൽ കൂടി കാണിക്കുന്നതും ശരിയാണെന്ന് നോക്കാവുന്നതാണ്. അതിനുശേഷം താഴെ വന്ന് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം താഴെ വന്ന് സേവ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം യെസ് സബ്മിറ്റ് ഇറ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി കാണിക്കുന്നതും EWSഉം ജനറലും ഒക്കെ 500 രൂപയാണ്. തൊട്ട് താഴെ വന്ന് പ്രൊസീഡ് ടു പേ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് ഫെഡറൽ ബാങ്കിൻ്റെ ഗേറ്റ് വേ അവിടെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഗേറ്റ് വേ മാത്രമേ ഉള്ളൂ. ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നതാണ്. എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI പേയ്മെൻറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. QR കോഡ് സ്കാൻ ചെയ്തും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഇവിടെ വന്ന ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്ത് മൈ ആപ്ലിക്കേഷൻ എടുത്താൽ അവിടെ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാകും. ഇവിടെ ഞാൻ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.